ലഹരി വിപത്തിനെ ഒറ്റക്കെട്ടായി നേരിടണമെന്ന് എക്സൈസ് മന്ത്രി എം പി രാജേഷ്. രാഷ്ട്രീയത്തിന് അതീതമായുള്ള ഐക്യമാണ് ലഹരി മാഫിയയ്ക്കുള്ള ഏറ്റവും വലിയ സന്ദേശമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനം ലഹരി കേന്ദ്രമായിട്ടും അതിനെ ചെറുക്കാൻ എക്സൈസിന് അംഗബലമോ ഇന്റലിജൻസ് സംവിധാനമോ ഇല്ലെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ കുറ്റപ്പെടുത്തൽ. സംസ്ഥാനത്ത് ലഹരി ഉപയോഗം വ്യാപകമാകുന്നതും അതേ തുടർന്നുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതിനെ കുറിച്ചുള്ള PC വിശ്വനാഥിന്റെ റൂൾ 50 നോട്ടീസാണ് സഭ നിർത്തിവെച്ചുള്ള ചർച്ചയ്ക്ക് വഴിവെച്ചത്. ലഹരി വ്യാപനം ഉണ്ടാക്കുന്ന വിപത്തിനെ ഹൃദയസ്പർശിയായി അവതരിപ്പിച്ച PC വിശ്വനാഥ് എക്സൈസ് വകുപ്പ് ഉണർന്നു പ്രവർത്തിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇവിടെ ലഹരി കുടത്തിൽ നിന്ന് പുറത്തു വന്ന ഭൂതം കേരളത്തെ വരിഞ്ഞു മുറുക്കുകയാണ്. സർക്കാരിന് ഇതിനകത്ത് എന്തെങ്കിലും പഠനമുണ്ടോ സാർ? എക്സൈസ് വകുപ്പിനെ ആധുനികവൽക്കരിച്ച് മതിയാകൂ സാർ. എൻഫോഴ്സ്മെന്റ് ഇക്കാര്യത്തിൽ ഈ മാഫിയയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. തുടർന്ന് സംസാരിച്ച എല്ലാ MLA-മാരും ലഹരി വ്യാപനത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചു. ലഹരിക്കടത്ത് കൂടുന്ന സാഹചര്യത്തിൽ തടയാൻ പുതിയ മാർഗങ്ങൾ തേടണമെന്നും ചർച്ചയിൽ ആവശ്യമുയർന്നു. സർക്കാർ സംവിധാനത്തിലെ പോരായ്മകളെ പ്രതിപക്ഷ നേതാവും വിമർശിച്ചു. കേരളത്തിലെ നമ്മുടെ യുവത്വത്തെ മുഴുവൻ വഴിതെറ്റിക്കുന്ന ഒരു മാഫിയ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മാഫിയെ പുറത്തു കൊണ്ടുവരേണ്ട ചുമതല ആർക്കാ? നമുക്കൊരു ഇന്റലിജൻസ് ഉണ്ടോ? എക്സൈസിന് ഒരു വൃത്തിയായിട്ടുള്ള ഒരു ഇന്റലിജൻസ് സംവിധാനം ഉണ്ടോ? ഒരു കേസ് പിടിച്ചാൽ ഇതിന്റെ സോഴ്സ് എവിടെയാണ് എന്ന് അന്വേഷിച്ചു പോകാനുള്ള ഒരു മെക്കാനിസമോ ഒരു മെഷീനറിയോ ഒന്നുമില്ല. ലഹരിയുടെ വിപത്ത് സഭയിൽ അവതരിപ്പിച്ച PC വിശ്വനാഥിനെ അഭിനന്ദിച്ചുകൊണ്ടായിരുന്നു മന്ത്രി എം പി രാജേഷിന്റെ മറുപടി. എന്നാൽ കേരളം ലഹരി കേന്ദ്രമായി മാറിയെന്ന വാദം തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞു. കടൽ മാർഗം 22 കേസുകൾ പിടികൂടിയതിൽ 10 ഗുജറാത്ത് വഴിയാണ്. പിന്നെ 5 മഹാരാഷ്ട്ര വഴിയാണ്. ഇത് കേരളം മാത്രം അഭിമുഖീകരിക്കുന്ന പ്രശ്നമല്ല. കേരളം ഒരു തുരുത്തല്ല. കേരളം ഇന്ത്യയുടെ ഭാഗമാണ്. ലോകമാകെ ഈ ലഹരി ശൃംഖല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എക്സൈസിന്റെ എൻഫോഴ്സ്മെന്റ് സംവിധാനം ശക്തമാണെന്ന് കേസുകളുടെ എണ്ണവും ശിക്ഷാനിരക്കും ചൂണ്ടിക്കാട്ടി മന്ത്രി സമർത്ഥിച്ചു. എന്നാൽ സംവിധാനങ്ങൾ ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ട്. ബാംഗ്ലൂരിൽ നിന്നും ഗോവയിൽ നിന്നുമാണ് പ്രധാനമായിട്ട് രാസലഹരികൾ കേരളത്തിലേക്ക് വരുന്നത്. ഈ 2 കേന്ദ്രങ്ങളിൽ നിന്നാണ് വരുന്നത്. അത് തടയാൻ എൻഫോഴ്സ്മെന്റ് നടപടികൾ ശക്തിപ്പെടുത്തുന്നു. കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ നമ്മൾ രാജ്യത്ത് ഒന്നാമതാണ്. കൺവിക്ഷൻ റേറ്റിന്റെ കാര്യത്തിൽ രാജ്യത്ത് നമ്മൾ ഒന്നാമതാണ്. നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. 24 തിരുവനന്തപുരം.